എന്താ ലാഭം? ഞാൻ ഈ ഒരു പാവത്തെ വലിച്ച സമയത്ത് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പക്ഷേ പാമ്പ് പറഞ്ഞു പോലെ ഒരുത്തി ഒരാളോട് അത് പറ്റില്ല, ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഉണ്ടോ ഒന്ന് ആലോചിച്ചോണേ. ഭഗവതിയുടെ അല്ലെ ഭഗവതിയുടെ കഥ കേട്ടാ എവിടെ വിശപ്പ് ഉണ്ടാവും? ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയാണ് അവിടെ വിശപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്ക് അവിടെ ശ്രദ്ധിക്കാറില്ല. പോട്ടെ. അപ്പൊ എന്തായാലും ചിലര് പറഞ്ഞു ഞാൻ വെറുതെ ഒന്നും സ്വീകരിക്കില്ല, ബ്രഹ്മഹത്യാവാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറല്ല. ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു, ഹോമകുണ്ടത്തിലേക്ക് അല്ലെങ്കിൽ യാഗത്തിൽ സമർപ്പിക്കുന്ന ഹവിസിന്റെ താഴെ വീഴുന്ന അംശം നിനക്കായിട്ട് തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. എന്ത് ചെയ്തു? ഈ ചിതൽ അങ്ങോട്ട് ചെന്ന് പതുക്കെ ഈ ഞാൻ അങ്ങോട്ട് കരണ്ട് വിട്ടതും വലിയ ആ യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ ഭഗവാൻ റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരുന്ന വൈകുണ്ഠത്തിൽ പോയിരുന്നാൽ ലക്ഷ്മി ദേവി എന്ത് ചെയ്യും? ഭർത്താവ് ചിലർ സുഖമായിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഭാര്യ തയ്ക്കോ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് തന്നെ എന്തോ ചെയ്യും? നല്ല ഉറക്കത്തിൽ വിളിക്കുമ്പോഴാ ചാട്ടോ കാപ്പിയിടോ ഇല്ലേ, തട്ടിമുട്ടി വിളിക്കും, അവർ വീട്ടില്ല, സുഖം കിട്ടത്തില്ല അവർക്കുള്ളതുകൊണ്ട് കന്നിന് 10,000-5,000 വർഷത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്തതിന് ശേഷം നിന്ന് റെസ്റ്റ് എടുക്കുക. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ പോയിരുന്ന അവിടെ സ്വസ്ഥത കിട്ടത്തില്ലെന്ന് അറിയാം. പ്രത്യേകിച്ച് ലക്ഷ്മിയിൽ നല്ല സാത്വിക ഭാവമൊക്കെ ഉള്ള, പക്ഷെ എന്നാലും ഇടയ്ക്കെങ്ങാനും വല്ലതും തോന്നിയാലോ, അതുകൊണ്ട് സന്യം ചെയ്താലും തന്നെയല്ല ദേവന്മാർ എന്ത് സങ്കടം വന്നാലും ആദ്യം ആശ്രയിക്കുന്നത് അറിയാം ഈ നാരായണൻ. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് നാരായണൻ. അതുകൊണ്ട് ദേവന്മാർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവൻ ഇരുന്നാൽ ശരിയാവില്ല വെച്ചിട്ട് വാരും ഇല്ലാത്ത ഒരിടത്ത് പോയി ഭഗവാൻ ഇരുന്ന ഈ മധുരന്മാർ ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മദേവൻ ഓടി രക്ഷപ്പെട്ടു വന്ന് നാരായണനെ വന്ന് നോക്കിയപ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ഗർഭപാത്രത്തിനുള്ളിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വലിയ ഇത് കാലക്രമേണ വളർന്നു വരുമ്പോൾ ഈ ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുൻപോട്ട് പോയാൽ അതുപോലെ ഒന്നും ജീവിതത്തിൽ യാതൊരു കുഴപ്പമായിട്ട് ഉണ്ടാവുകയില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതങ്ങൾ അതുങ്ങൾ നയിക്കും. കാരണം ഈ ഒരു സംസ്കാരം ഉള്ളില് ഉണ്ട് എങ്കിൽ പിന്നെ ഈയുള്ളവൻ പറയാറുണ്ട്, ഇടയ്ക്കൊന്ന് തലകറങ്ങി പോയാലും വീണ്ടും കറങ്ങി ഇതിനകത്ത് തന്നെ വരും. കാരണം ആധ്യാത്മികതയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കുട്ടിക്കാലത്ത് അതിന്റെ വിത്ത് വിതച്ചിട്ടുണ്ടോ, വളർന്നു വരുമ്പോൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയാലും ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയാലും വീണ്ടും കറങ്ങി ആ തായ്തടിയിൽ തന്നെ വന്നു ചേരും. അതെന്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്.